ഇന്നൊരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ചർച്ചകൾ വേണ്ടി വരണം എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വിഷയം ഹൃദയാരോഗ്യത്തെ പറ്റിയിട്ടാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഹാർട്ട് അറ്റാക്ക്, ഹാർട്ടിൽ ബ്ലോക്ക് വരിക, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 10-15 വർഷത്തിന് മുമ്പ് നമ്മൾ വളരെ ചുരുക്കം കേട്ടിരുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 25 കുടുംബങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മിനിമം ഒരു 5 വീട്ടിലെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ടോ ബി.പിയുടെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ നമുക്ക് സർവ്വസാധാരണ, അതായത് ഇത്തരത്തിലുള്ള ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു ആണോ എന്നാ കഴിഞ്ഞ് എന്ന് ചോദിക്കുന്ന ഒരു വളരെ ലാഘവത്തോടു കൂടി കാണുന്ന ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന പല രീതിയിലുള്ള ആഹാരങ്ങളും തെറ്റായിട്ടുള്ള ജീവിതശൈലിയാണ് നമ്മൾ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം വ്യായാമം ഇല്ലായ്മ ഒന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉറക്കവും അമിതമായിട്ടുള്ള ടെൻഷനും ജോലി സംബന്ധമായിട്ടുള്ള അമിതമായിട്ടുള്ള സ്ട്രെസ് എടുക്കുന്നതും ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ട്രാൻസ് ഫാറ്റുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പൊരിച്ച ആഹാരങ്ങൾ പരമാവധി നമ്മൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയാലും അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പലപ്പോഴും എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുള്ളതും പിസ്സ, ബർഗർ മുതലായിട്ടുള്ള ആഹാരങ്ങൾ, ബ്രോസ്റ്റഡ് ചിക്കൻ മുതലായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ തെറ്റായ രീതിയിൽ ബാധിക്കുന്ന ഇത്തരത്തിലുള്ള ആഹാരങ്ങളുടെ ഉപയോഗമാണ് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ട്, അതായത് ഇത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി omega-3 ഫാറ്റി ആസിഡ് വളരെ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്ന മത്സ്യങ്ങൾ, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, പംകിൻ സീഡ് മുതലായിട്ടുള്ള സീഡ്സിലേക്കും അതുപോലെ തന്നെ തവിട് ചേർന്നിട്ടുള്ള ആഹാരങ്ങളിലേക്കും ഓട്സിലേക്കും നമ്മൾ എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. വെള്ളം നല്ല രീതിയിൽ കുടിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. നമ്മൾ 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ 3 മുതൽ 3.5 ലിറ്റർ വെള്ളം വരെ കൃത്യമായിട്ട് കഴിക്കുകയും അതിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള വ്യായാമവും ചെയ്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ക്രമീകരിച്ചാൽ തന്നെ ഒട്ടനവധി ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കാൻ സാധിക്കും.